ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നമുക്ക് കുട്ടീസിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഹെയർ ക്ലിപ്പാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതൊരു നെറ്റിൻ്റെ തുണിയാണ്, നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഷോളിൻ്റെ തുണിയോ അല്ലെങ്കിൽ വേസ്റ്റായി കിടക്കുന്ന എന്തെങ്കിലും തുണി എടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് സർക്കിളിലൊന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഇതൊന്ന് വെച്ചിട്ട് ജസ്റ്റ് സർക്കിളിൽ ജസ്റ്റ് ഒന്ന് കത്രിക വെച്ചൊന്ന് വെട്ടിയെടുക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പെയറായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 6 പെയർ വീതം വെച്ച് ഞാനിങ്ങനെ അതിങ്ങനെ ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആ സർക്കിൾ ജസ്റ്റ് 3ആയിട്ട് മടക്കിയ ശേഷം ഒരു ട്രയാങ്കിൾ പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ മാല കോർക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ കോർത്ത് കൊടുക്കുക. ലാസ്റ്റിലാണെങ്കിൽ അതോടെ വെച്ച് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഫുള്ളായിട്ടും കൈകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് മെഷീൻ്റെ ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലവറാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒന്നുകിൽ നമുക്ക് പഴയ ഏതെങ്കിലും ക്ലിപ്പ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ക്ലിപ്പുകൾ, നമുക്ക് പ്ലെയിനായിട്ടുള്ള ക്ലിപ്പുകൾ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം ഒരു സെറ്റിന് 25 ആ ഒരു റേറ്റാണ് അവർ 25ഒക്കെയാണെന്ന് തോന്നുന്നു. ഒരു റേറ്റാണ് എടുത്തിരിക്കുന്നത്. പെയറിനോ സെറ്റിനോ 25ഒക്കെയാണ് അവർ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിലൊക്കെ ഇതുപോലെ ഹെയർ ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് പശ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെവി ബോണ്ടാണ്. അപ്പം എനിക്ക് ആ പശയാണ് കേട്ടോ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണാണ് ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്യുക. നമുക്ക് ഒട്ടുന്ന ഏതെങ്കിലും നല്ല പശകൾ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പം നമുക്ക് സ്ലൈഡ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നടുക്ക് ഞാൻ ഇതുപോലൊരു കോൺട്രാസ്റ്റിംഗ് കളറായിട്ടുള്ള ഒരു ബീഡ് കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വലിയ ബീഡ് വേണം നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ക്ലിപ്പ് ഇവിടെ സെറ്റാകും. അപ്പം നമുക്കിത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കാനും ഒക്കെ പറ്റും. അപ്പം ഞാനിതിപ്പോൾ ഉണ്ടാക്കി ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഫ്ലവറൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ക്ലിപ്പുകളാട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.